ഒബാമ പ്രസിഡന്റ് ആയാലേ അമേരിക്ക വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ തലമുടി അരയ്ക്കുന്നതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, ടി വിയിലോ പത്രങ്ങളിലോ പരസ്യങ്ങളിലോ ഒക്കെ. ഈ യുവതുർക്കി ഇപ്പോൾ ഫോക്കാനയിലാണോ ഫോമയിലാണോ അതോ ഏതെങ്കിലും പുതിയ അസോസിയേഷൻ രൂപീകരിച്ചോ എന്നറിയില്ല. വിദ്യാഭ്യാസത്തിന് നന്നേ കുറവുണ്ടെങ്കിലും 8-10 ഗ്യാസ് സ്റ്റേഷനുകളുടെ ഉടമത്വവും കണക്കില്ലാത്ത സമ്പത്തും ഇദ്ദേഹത്തെ സമൂഹത്തിൽ അംഗീകാരത്തിൻ്റെ ഒരു പൊന്നാടി അണിയിപ്പിച്ചു. ഇപ്പോൾ ആള് നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക നേതാവാണ് ഇദ്ദേഹം. ഞാൻ ഏത് ലോകത്താടോ ജീവിക്കുന്നത്? എന്തെല്ലാം മാറ്റങ്ങളായി അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവർ ടൈം ഇങ്ങേരാണ് ഈ വീടിൻ്റെ ഉടമ. ഒരു സാധാരണ മനുഷ്യൻ. എപ്പോഴും ജോലിയിലും ഓവർ ടൈമിലും ആയതുകൊണ്ടാണ് ഓവർ ടൈം എന്ന പേര് ഇദ്ദേഹത്തിന് മേൽ വീണത്. ഇക്കോണമി ഡൗൺ ആയത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇങ്ങേരെയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെയല്ലേ കമ്പനികൾ ഓവർ ടൈം നിർത്തലാക്കുന്നത്. ഒരൊറ്റ നിയമം കൊണ്ട് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനിക്കാരെ അങ്ങേര് നിലയ്ക്ക് നിർത്തിയില്ലേ? എന്തോ ഒരു തോന്നിയവാസമായിരുന്നു. കസ്റ്റമേഴ്സിനെ അറിയിക്കാതെ റേറ്റ് കൂട്ടുക, ഒരു ദിവസം ലേറ്റായ പെനാൽറ്റി. വീടുകളുടെ വില ഉയർത്തുന്നതിനും ഹെൽത്ത് കെയർ മേഖല അഴിച്ചു പണിയുന്നതിനുമൊക്കെ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ നല്ലത്. പക്ഷേ എല്ലാം തിടുക്കത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കണമെന്നുള്ളൊരു നിർബന്ധം അങ്ങേർക്കുള്ളതുപോലെ തോന്നുന്നു. ഏതൊരു പുതിയ നിയമം കൊണ്ടുവന്നാലും അതിൻ്റെ വരും വരായ്മകളെപ്പറ്റി പഠിക്കാനുള്ള ഒരു സമയം ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? പ്രൊഫസർ, വായനാശീലം ഒഴിച്ചാൽ ഇദ്ദേഹത്തിനുള്ള ഏക വിനോദമാണ് ചീട്ടുകളി. വായിച്ചു വായിച്ച് വിവരമല്പം കൂടിപ്പോയതുകൊണ്ടാവാം അമേരിക്കയിൽ പലർക്കും ഇദ്ദേഹത്തെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏതു വിഷയത്തെപ്പറ്റിയും ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാറില്ല. കേൾക്കുന്ന വിഡ്ഢിത്തങ്ങളും കാണുന്ന കോമാളിത്തരങ്ങളും മനസ്സിലൊരു പുഞ്ചിരിയായി കടന്നു പോകാറുണ്ടെങ്കിലും അതൊന്നും മുഖത്ത് പ്രതിഫലിപ്പിക്കാറില്ല. ഈ ആരോഗ്യരംഗത്തെ ഇങ്ങേര് കൊണ്ടുവരുന്ന നിയമങ്ങളെ പറ്റി ആകെ സംശയമാണല്ലോ. വരുമാനം തീരെ കുറഞ്ഞവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ കിട്ടില്ലെന്നും ഇല്ലീഗലായി ഇവിടെ വന്നവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. ഇത് താമര. ഇപ്പോൾ പഴയതുപോലെ 24 മണിക്കൂറും വെള്ളപ്പുറത്തല്ലെങ്കിലും പണ്ട് കൂട്ടുകാർ സ്നേഹത്തോടെ നൽകിയ ആ പേര് ഇയാളെ വിട്ടു പോയിട്ടില്ല. അമേരിക്കയിൽ വന്നതിന് ശേഷം സ്വന്തമായ ജോലി അധികമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഭാര്യ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ഇദ്ദേഹം നന്നായി ചിലവാക്കാറുണ്ട്. നാക്കിന്റെ മൂർച്ച ഇയാളുടെ ശത്രുവും രക്ഷകനുമാണ്. സ്വന്തം വീട്ടിൽ വിലപ്പോവില്ലെന്ന് മാത്രം. ഏതായാലും പുള്ളിക്കാരൻ്റെ കാർ കച്ചവടത്തിൻ്റെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ നാളുണ്ട് ഈ മനുഷ്യനോട് ഞാൻ പറയുന്നത് ആ തുരുമ്പിച്ച കാറുമല്ല ജങ്ക്യാർഡിലും കൊണ്ടേ കളയാൻ. എനിവേ അത് ഡീലർക്ക് കൊണ്ടേ കൊടുത്തു, $4000 കിട്ടി. ഈ നിൽക്കുന്ന ചേച്ചി ഓവർ ടൈമിൻ്റെ പ്രിയ പത്നിയാണ്. വീട്ടിൽ എപ്പോഴും പണിയിലാണെങ്കിലും ഇവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. ഇവരെയൊക്കെ ചേച്ചി ഇങ്ങനെ സഹിക്കുന്നത് ഒരു വലിയ സൽക്കാരപ്രിയമായിട്ടൊന്നുമല്ല. അത്രയും നേരമെങ്കിലും ഭർത്താവ് ഓവർ ടൈം ചെയ്യാതെ വീട്ടിലിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ ഞങ്ങളൊരു പുതിയ വണ്ടി എടുത്തു. ആദ്യമായിട്ടാണ് ഇത്ര ഒരു കൂള് പ്രസിഡന്റ് അമേരിക്കയിൽ പറഞ്ഞത്. ബാസ്കറ്റ്ബോൾ കളിക്കും, സർഫ് ചെയ്യും, ഫേസ്ബുക്കിലും മൈസ്പേസൊക്കെ പേജുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഒബാമ ഫാൻസാണ്. ഇവൻ കൊച്ചാപ്പി കോളേജിൽ എന്തിനോ പഠിക്കുന്നുവെന്നാണ് പറയുന്നതെങ്കിലും ആ കോളേജിൽ ഇവനെ കണ്ടവരാരുമില്ല. അമേരിക്കയിൽ ജനിച്ചതുകൊണ്ടും മലയാളം നന്നായി പറയാത്തതുകൊണ്ടും ഇവനൊന്നും അറിയില്ലെന്നുള്ള ധാരണ ഇവിടെ പലർക്കുമുണ്ട്. പക്ഷെ ഇവരൊന്നും കേട്ടിട്ട് പോലുമില്ലാത്ത പല വിദ്യകളും ഇവൻ്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് സത്യം. ഈ കണ്ട പിള്ളേര് സെറ്റ് മുഴുവൻ സപ്പോർട്ട് ചെയ്ത് താൻ വലിയ സൂപ്പർ സ്റ്റാർ ആയെന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ മട്ടും പാവും. പിന്നെ ഏത് കാര്യത്തിലും കൊണ്ട് കൈ ഇടുകയും ചെയ്യും. ബോസ്റ്റണിലെങ്ങാണ്ട് നടന്ന ഏതോ ഒരു പോലീസുകാരനെയും പ്രൊഫസറിനെയും കയറുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടേണ്ട വല്ല കാര്യവും. എന്തൊക്കെയായാലും അങ്ങേരെന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. അങ്ങേര് ഇവിടെ 5 മാസം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കണമെങ്കിലേ 5 വർഷമെങ്കിലും എടുക്കും. മാത്രമല്ല എക്കണോമി പഴയതിലും മെച്ചമാണെന്നാണ് ടി വിയിലും പത്രത്തിലും ഒക്കെ പറയുന്നത്. ഒബാമ ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു മികച്ച പ്രസിഡന്റ് ആയേക്കാം. ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിച്ചോ എന്നറിയണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും. അന്ന് ജനങ്ങൾ വിധി എഴുതും ഒബാമയ്ക്ക് ചരിത്രത്തിലുള്ള സ്ഥാനം. അതിനു മുൻപേ ഒബാമയെ അമേരിക്കയുടെ ഏറ്റവും നല്ല പ്രസിഡന്റായിട്ട് വാഴിക്കുന്നത് വിഡിത്തം തന്നെ. അല്ല, അങ്ങേർക്ക് ഇന്നാളെങ്ങാണ്ട് ഒരു സമ്മാനം കിട്ടിയായിരുന്നല്ലോ. എന്നതാ അതിന്റെ പേര്? നോബൽ പ്രൈസ് ഫോർ വേൾഡ് പീസ്. നോബിൾ. അത് അങ്ങേർക്ക് കൊടുത്തത് തീരെ ശരിയായില്ല എന്നായിരുന്നു ഞങ്ങളുടെ അസോസിയേഷനിലെ കഴിഞ്ഞ ദിവസത്തെ സംസാര വിഷയം. എടോ, ബുഷിനെ ആ കസേരയിൽ നിന്ന് ഇറക്കിയപ്പോൾ തന്നെ ഈ ലോകത്ത് സമാധാനമായില്ലേ? അയാളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിന് ലോകം ഒബാമയ്ക്ക് കൊടുത്ത പ്രത്യുപകാരമാണ് ഈ നോബൽ സമ്മാനം. അല്ലാതെ ഈ സത്യപ്രതിജ്ഞ എടുത്ത് 1 വർഷം പോലും തികയാത്ത ഇയാൾക്ക് എന്തുട്ട് യോഗ്യത ഉണ്ടെന്ന് ഈ പറയണേ?